കുറ്റവാളിയെ ശിക്ഷിക്കപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. 20 വർഷമെങ്കിലും ഏറ്റവും മിനിമം ജീവപര്യന്തം കണ്ടെത്തണമെന്നാണ് കൊടുക്കേണ്ടത്. എങ്കിലും 20 വർഷത്തിലെങ്കിലും ശിക്ഷ കൊടുത്തത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് തെളിവുകൾ ഇനിയും തെളിയാനുണ്ട് എന്നൊക്കെ അവകാശവാദികൾ പറയുമ്പോൾ പോലും കുറ്റം ചെയ്തവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ് ബഹുമാനപ്പെട്ട കോടതി. ആ വേർഡിക്റ്റിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ല, അതിലല്ല. ഇപ്പോൾ ഈ വേർഡിക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ 2 പക്ഷമുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു വസ്തുത തന്നെയാണ്. ദാറ്റ്സ് എ ഫാക്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മേൽക്കോടതിയിലേക്ക് പോകണം. അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം. അതുകൊണ്ടാണല്ലോ സർക്കാർ അപ്പീൽ പോകുമെന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അപ്പീൽ പോകും. അപ്പീൽ പോയി കഴിയുമ്പോൾ തുടർ നടപടികൾ എന്താണെന്ന് വരുന്ന ദിവസങ്ങളിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏതായാലും വേർഡിക്റ്റ് ഇറങ്ങി. ഏതായാലും 3000 പേജുണ്ട്. എത്ര പേജുള്ള 3000-ഓളം പേജുള്ള ാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ വിധി പകർപ്പ് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. ഒരു സ്ക്രോള് വന്നു, ഇങ്ങനെ 20 വർഷം കണ്ടെത്തണമെന്നുള്ള സ്ക്രോള് മാത്രമേ കണ്ടുള്ളൂ. അത് മാതൃകാപരമാണ്, അതിൽ യാതൊരു സംശയമില്ല. കുറ്റം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ വിമർശനമായി ഉയർന്നത് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു കോടതിയുടെ മുന്നിൽ വരുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ കുറ്റവാളിയാക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഈ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരായിട്ട് ചാർത്തിയിരിക്കുന്നത്. അത് കൂടാതെ തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ഗൂഢാലോചന തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയ 120(b)യും ഇപ്പോഴത്തെ BNS അനുസരിച്ചുള്ള 61-ഉമാണ്. അപ്പോൾ ആ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കിനിയിപ്പം അതായത് സർക്കംസ്റ്റൻസസ് ഒരുപാടുണ്ട്. അപ്പോൾ ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസസ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനാണ് ഏറ്റവും കൂടുതൽ ബേർഡൻ ഉള്ളത്. പ്രോസിക്യൂഷൻ്റെ ബേർഡൻ എന്ന് പറഞ്ഞാൽ ആസ് പെർ ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഒരു പ്രോസിക്യൂട്ടർ ആണ് ഈ ഗിൽറ്റാണോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞത്. അതിൽ ഈ ബിയോണ്ട് ദ ഡൗട്ട് അവർ തെളിയിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ബേർഡൻ മുഴുവൻ പ്രോസിക്യൂട്ടർക്കാണ്. അപ്പം സ്വാഭാവികമായിട്ടും ക്രോസ് വിസ്താരം വരുമ്പോൾ ഡിഫൻസ് വക്കീൽ അത്തരം കാര്യങ്ങളൊക്കെ പൊളിക്കുന്നത് നമുക്കത് ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെതിരെയാണ് സർക്കാർ ഉൾപ്പെടെയുള്ളത് മേൽക്കോടതിയിലേക്ക് പോകുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് ആ സമയത്തെ അറിയാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മളൊരു കോടതി വിധി വരുന്നു, ആ വിധിയിൽ മറിച്ചായിരുന്നു വിധിയെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഭാഗവും പോകത്തില്ലേ? അല്ല, ഈ സ്വാഭാവികമായിട്ട് ആര് പോയി കഴിഞ്ഞാലും ആ വിധിയിൽ തൃപ്തമല്ലാത്തതുകൊണ്ടാണല്ലോ അവർ പോകുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.